സമരത്തിനായി കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ്. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ ക്യാമ്പ് ചെയ്ത സംഘമാണ് പുറപ്പെട്ടത്. ഹരിയാനയിൽ നിന്നുള്ള സംഘവും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. അതേസമയം കർഷക പ്രക്ഷോഭകരെ നേരിടാൻ സർവ്വസന്നാഹവുമായി ഡൽഹി പോലീസ് അതിർത്തികളിൽ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഡൽഹിയിൽ നിരോധനാജ്ഞ തുടരുന്നു. സിംഘു അതിർത്തിയിൽ നിന്ന് അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയുണ്ട്. അതിർത്തികളിലെല്ലാം പോലീസിന്റെ വലിയ ബന്ദോബസ്തും ഒപ്പം നിരോധനാജ്ഞ. ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഈ സംഘത്തെ തടയുക തന്നെയായിരിക്കില്ലേ പോലീസ് ചെയ്യുക? രതീഷ് പറഞ്ഞ പോലെ ഈ സംഘത്തെ, വലിയ കർഷക സംഘത്തെ തടയാൻ തന്നെയാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. നോക്കൂ, സായുധരായി നിരവധി അർദ്ധസൈനിക വിഭാഗവും ഡൽഹി പോലീസിലെ അംഗങ്ങളും ഡൽഹിയിലെ പ്രധാനപ്പെട്ട 3 അതിർത്തികളിൽ ക്യാമ്പ് ചെയ്യുന്നു. സിംഘു അതിർത്തിയിൽ, ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ടിക്രിയിലുണ്ട്, ഒപ്പം തന്നെ ഗാസിപ്പൂരിലുണ്ട്. ഇങ്ങനെ എല്ലാ അതിർത്തികളിലും വളരെ ശക്തമായ ഒരു ബന്ദോബസ്ത് ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. ഈ വഴിയിലൂടെ വാഹനങ്ങൾ കാര്യമായി കൊണ്ടുവരരുതെന്ന നിർദ്ദേശം നേരത്തെ നൽകിയതാണ്. പക്ഷേ അത് മനസ്സിലാക്കാത്ത ആളുകൾ വാഹനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നു. ഈ വഴിയിലാണ് കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുക. ഒന്നാം കർഷക സമരത്തിൻ്റെ സമയത്ത് ഇവിടെ വരെ എത്തിയ കർഷകർ ഇവിടെ തന്നെ ഈ അതിർത്തിയിൽ ഇവിടെ തന്നെ, സിംഘു അതിർത്തിയിൽ ഇവിടെ തന്നെ, അപ്പുറത്ത് ഗാസിപ്പൂരിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ജനുവരി 26-ന് അവരെല്ലാം കൂടി വലിയ ട്രാക്ടറുകളുമായി ഡൽഹി നഗരത്തിലേക്ക് കടന്നത്. ഇത്തവണ ഡൽഹിയിൽ സമരത്തിനാണ് ഞങ്ങൾ വരുന്നത് എന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 400ഓളം സംഘടനകളാണ് വരുന്നത്. പഞ്ചാബിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടിരിക്കുന്നു 10 മണിക്ക്. ഡൽഹിയിൽ നിന്നുള്ള ഹരിയാനയിൽ നിന്നുള്ള സംഘവും പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ കാഴ്ച മാത്രമല്ല, പോലീസിന്റെ ഈ കാഴ്ച മാത്രമല്ല, തൊട്ടപ്പുറത്ത് പോലീസ് ഈ സമരത്തെ നേരിടാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് കാണാം. ബാരിക്കേഡുകളുണ്ട്, സിമന്റിന്റെ വലിയ കോൺക്രീറ്റ് കട്ടകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നോക്കൂ, ഇവിടെ താഴത്തെ വഴിയിലൂടെ പോകുന്നത് തടയാൻ വേണ്ടി ആദ്യം സിമന്റിന്റെ വലിയ മതിലുകൾ പോലെ ഉയർത്തിവെച്ചു. അപ്പുറത്ത് ഏതാണ്ട് 2 മീറ്റർ അപ്പുറത്ത് സമാനമായി ഷീറ്റുകൾ വെച്ചു, സിമന്റിന്റെ കട്ടകൾ വെച്ചു. അതിനിടയിൽ കോൺക്രീറ്റ് നിറച്ചു. അപ്പുറത്തോട്ട് ഏതാണ്ട് 7 കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്ത് വലിയ മുള്ളുവേലികളും ബാരിക്കേഡുകളും വെച്ചിട്ടുണ്ട്. അതും കടന്ന് കർഷകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ കണ്ടെയ്നറുകളാണ്. കണ്ടെയ്നറുകൾക്കുള്ളിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്ത് വീണ്ടും വാഹനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു തരത്തിലും കർഷകരെ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുറച്ചുള്ള സന്നാഹങ്ങളാണ് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് റോഡിന്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പതിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട്. അപ്പുറത്ത് കോൺക്രീറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഹരിയാനയിലാണെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് കർഷകർ നഗരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതായത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഡൽഹിയിലേക്കുണ്ട്. ഒരു കാരണവശാലും ഈ ഡൽഹി നഗരത്തിലേക്ക് കർഷകരെ പ്രവേശിപ്പിക്കില്ല എന്നതാണ് ഈ ഡൽഹി പോലീസും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ, അർദ്ധസൈനിക വിഭാഗങ്ങളും ഒക്കെ തന്നെ പറയുന്നത്. റോഡിന് ഒരു ഭാഗത്തെ കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത് എങ്കിൽ ഇപ്പുറത്തെ കാഴ്ച നമുക്ക് ഇവിടെയും ഡൽഹി പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഇത് കോൺക്രീറ്റ് മെഷീനാണ്, കോൺക്രീറ്റ് കുഴച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇത് ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അപ്പുറത്ത് കണ്ടെയ്നറുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഇത്ര വലിയ സന്നാഹം, ഇത്ര ഇല്ലെങ്കിൽ പോലും ഒരു കനത്ത അതിർത്തിയിലേതുപോലുള്ള ഒരു സന്നാഹം ഇതിനു മുൻപ് കണ്ടത് മണിപ്പൂരിൽ പോയപ്പോഴാണ്. അവിടെ കുക്കികളുടെയും മെയ്ത്തുകളുടെയും 2 ഭാഗങ്ങൾ അവർ ഇരുവരും സംരക്ഷിക്കുന്നത് പോലെ ഒരു അതിർത്തിയിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു നമുക്ക്. ഇവിടെ ഡൽഹിയിലും സമാനമായ സാഹചര്യമാണ്. നോക്കൂ, ഏതാണ്ട് 200 മീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ സിമന്റ് കട്ടകൾ വെച്ച്, ഇപ്പുറത്ത് വീണ്ടും സിമന്റ് കട്ടകളുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള സിമന്റ് കട്ട, അത് കഴിഞ്ഞ് വീണ്ടും ബാരിക്കേഡ്. ഈ ബാരിക്കേഡും കടന്ന് പോവുകയാണെങ്കിൽ അപ്പുറത്ത് വീണ്ടും കണ്ടെയ്നറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തരത്തിലും കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. പ്രധാനമായും പീയൂഷ് ഗോയലും അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കർഷകരുമായി ചണ്ഡീഗഡിൽ ചർച്ച നടത്തി. 5 മണിക്കൂർ ചർച്ച നീണ്ടെങ്കിലും കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ താങ്ങുവില ഉറപ്പാക്കണം, താങ്ങുവിലയ്ക്ക് നിയമനിർമ്മാണം നടത്തണം, ഒപ്പം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് പിൻവാങ്ങണം, അതിൻ്റെ കൂടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 10 മണി മുതൽ ഡൽഹിയിലേക്ക് വന്നു തുടങ്ങുമെന്ന് കർഷകർ പ്രഖ്യാപിച്ചതാണ്. ആ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഉച്ച കഴിയുന്നതോടെ അവരിങ്ങോട്ട് എത്തുമെന്നാണ് കരുതുന്നത്. വീണ്ടും ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടെയ്നറുകൾ റോഡിൽ സ്ഥാപിച്ച ശേഷം ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ
മണ്ണ് നിറയ്ക്കുന്ന പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾക്കുള്ളിലേക്ക് ഇതാ JCB അതിന്റെ പണി തുടരുന്നു. ഡൽഹിയിൽ ഇങ്ങനെ സർവ്വസന്നാഹങ്ങളുമായി രണ്ടാം കർഷക പ്രക്ഷോഭത്തെ നേരിടാൻ ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ഒരുങ്ങുന്നതിന്റെ കാഴ്ച നമുക്ക് ഡൽഹിയുടെ അതിർത്തികളിൽ കാണാം. ഒരുപക്ഷെ അഭൂതപൂർവമാണ് ഈ കാഴ്ച എന്ന് പറയേണ്ടി വരും. അഭൂതപൂർവം എന്ന വാക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് ശരിയല്ല എങ്കിൽ പോലും അഭൂതപൂർവമാണ് അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാഴ്ചകൾ. ഗാസിപ്പൂരിൽ നിന്നും അർജുൻ പീതാംബരൻ കൂടിയുണ്ട്. അർജുൻ, ഇതുപോലുള്ള ക്രമീകരണങ്ങളാണോ ഈ ഗാസിപ്പൂരിലുമുള്ളത്? അവിടുത്തെ സ്ഥിതി എന്താണ്? ആ ഭാഗത്ത് കർഷകർ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ? രതീഷ്, കർഷകർ ഈ ഭാഗത്തേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. പഞ്ചാബിൽ നിന്നും പുറപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഡൽഹി എന്ന ഉരുക്കുകോട്ടയ്ക്ക് അകത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല. കാരണം ചില ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അതായത് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണിത്. അവിടുത്തെ സർവീസ് റോഡ്, ഈ മീററ്റ് എക്സ്പ്രസിലൂടെ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. അവിടെ എങ്ങനെയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കാണാം. അതായത് ഈ സർവീസ് റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുന്നു. സിമെന്റുകൾ ഉപയോഗിച്ച് ഒരു കോൺക്രീറ്റ് മതിലുകൾ, അതിനു മുന്നിൽ പോലീസിന്റെ വാഹനങ്ങൾ, അതിനു മുന്നിൽ വീണ്ടും ബാരിക്കേഡുകൾ, മെറ്റൽ ബാരിക്കേഡുകൾ, സിമെന്റ് ബാരിക്കേഡുകൾ, അർദ്ധസൈനിക വിഭാഗം അണിനിരന്നിരിക്കുന്നു. അതായത് ഒരു തരത്തിലും കർഷകരെ മുന്നിലേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു പ്രധാനപ്പെട്ട ഹൈവേ അല്ലെങ്കിൽ ഫ്ലൈ ഓവർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വാഹന ഗതാഗതം ഇപ്പോഴും നടക്കുന്നുണ്ട്. കർശന സുരക്ഷ പാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ച് ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ കാണിച്ചു തരാം. നമുക്ക് ഈ റോഡിന്റെ മറുവശത്തേക്ക് കൂടി പോകാനായിട്ട് സാധിക്കും. അതായത് റോഡിന്റെ ഇരുഭാഗത്തും വലിയ കണ്ടെയ്നറുകൾ, ടിപ്പർ ലോറികൾ എല്ലാം തന്നെ അണിനിരത്തിയിരിക്കുന്നു. ഒരു പക്ഷേ കർഷകർ ഈ പഞ്ചാബ്, ചണ്ഡീഗഡ് അല്ലെങ്കിൽ പഞ്ചാബ്, ഹരിയാന അതിർത്തി പിന്നിട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ അവരെ എങ്ങനെ തടയണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കം പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 5 വ്യത്യസ്ത തടസ്സങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് കോൺക്രീറ്റ് കൊണ്ട് നിറച്ച ഒരു ബാരിക്കേഡാണ്. ആ ബാരിക്കേഡ് പിന്നിട്ട് കർഷകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും മെറ്റൽ ബാരിക്കേഡുകളുണ്ട്. അതുപോലെ തന്നെ മുള്ളുവേലികളുണ്ട്. ആണികൾ റോഡുകളിൽ പാകാൻ പറ്റുന്ന രീതിയിൽ ആണ്. അതിനോടൊപ്പം തന്നെ വിഭാഗങ്ങൾ ടിയർ ഗ്യാസും അതുപോലെ തന്നെ മറ്റ് ഈ സ്റ്റൺ ഷെല്ലുകൾ, അതായത് ആ സ്റ്റൺ ഷെല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് പുകമണം അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സ്റ്റൺ ഷെല്ല് അണിനിരത്തി വെച്ചിട്ടുണ്ട് പോലീസ് വിഭാഗം. ഒപ്പം തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഈ കണ്ടെയ്നറുകൾ മുഴുവൻ മണ്ണും കോൺക്രീറ്റും സിമെന്റും നിറച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ബാരിക്കേഡുകൾ ഉൾപ്പെടെ മറികടന്ന് കർഷകർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വാഹനങ്ങൾ റോഡിന് നടുവിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി.